ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിക്കൊണ്ട് അവശേഷിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ മോശം പ്രകടനമാണ് നടത്തിയത്. അതേ തുടർന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു. അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബ്രസീലിലെ മാധ്യമമായ ഗ്ലോബോ എസ്പോർട്ട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് സാന്റോസ് ഈ പൗളിസ്റ്റ എവണിലെ കോമ്പറ്റീഷനിൽ നിന്നും പുറത്തായത് നെയ്മറുടെ വേൾഡ് കപ്പ് സാധ്യതകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. വേൾഡ് കപ്പിന് ഇടം നേടണമെങ്കിൽ അടുത്ത മാസത്തെ മത്സരങ്ങൾക്കുള്ള ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇടം കണ്ടെത്തുക എന്നുള്ളത് നെയ്മറെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ്. മാർച്ച് 16 തീയതിയാണ് കാർലോ ആഞ്ചലോട്ടി സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിൽ ഇടം നേടണമെങ്കിൽ പൗളിസ്റ്റ ടൂർണമെന്റിൽ നെയ്മർ മികച്ച പ്രകടനം നടത്തണമായിരുന്നു. എന്നാൽ അതിന് ഇപ്പോൾ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ബ്രസീലിയൻ ലീഗിൽ കേവലം 3 മത്സരങ്ങളാണ് ഈ സ്ക്വാഡ് പ്രഖ്യാപനത്തിന് മുൻപ് നെയ്മർ ജൂനിയർക്ക് അവശേഷിക്കുന്നത്. ഈ 3 മത്സരങ്ങളിൽ തകർപ്പൻ പ്രകടനം നടത്തിയാൽ പോലും നെയ്മറെ പരിശീലകൻ ഉൾപ്പെടുത്താനുള്ള സാധ്യത കുറവാണ്. മെയ് 19 തീയതിയാണ് ബ്രസീലിന്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് അനൗൺസ് ചെയ്യുക. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ ബ്രസീലിയൻ ലീഗിൽ അതിനു മുന്നേ 13 മത്സരങ്ങൾ നെയ്മർക്ക് കളിക്കാൻ കഴിഞ്ഞേക്കും. കൂടാതെ മറ്റു ചില കോമ്പറ്റീഷനുകളിൽ കുറച്ച് മത്സരങ്ങൾ കൂടി ഉണ്ടാകും. ഈ മത്സരങ്ങളിൽ എല്ലാം തന്നെ മികച്ച പ്രകടനം നടത്തിയാൽ മാത്രമാണ് നെയ്മർക്ക് വേൾഡ് കപ്പ് സാധ്യതകൾ നിലനിൽക്കുന്നത്. നിലവിൽ വേൾഡ് കപ്പ് മാത്രമാണ് നെയ്മറുടെ ലക്ഷ്യം. അത് നെയ്മർ തൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാന ടാർഗറ്റ് ആയിക്കൊണ്ട് നെയ്മർ വേൾഡ് കപ്പിനെയാണ് ഇപ്പോൾ കാണുന്നത്. സ്ക്വാഡിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നെയ്മർ ബ്രസീലിയൻ ടീമിൽ നിന്നും വിരമിക്കുന്ന കാര്യം വരെ പരിഗണിച്ചേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങൾ നെയ്മർ ജൂനിയറെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടങ്ങളാണ്. ഇതാണ് ഗ്ലോബോ എസ്പോർട്ട് ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത്. വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടുക എന്നുള്ളതല്ലാതെ മറ്റൊരു ലക്ഷ്യവും ഇപ്പോൾ നെയ്മർ ജൂനിയർക്കില്ല. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ നെയ്മർ ജൂനിയർ വിരമിക്കാനുള്ള സാധ്യതകളെ വരെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ്. അത് നെയ്മർ തന്നെ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഈ വർഷത്തിന് ശേഷം താൻ വിരമിച്ചേക്കാം എന്ന കാര്യം നെയ്മർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.